ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നടന്നു. സർക്കാർ ആശുപത്രികളിൽ സ്വകാര്യവൽക്കരണം ഉദ്ദേശിക്കുന്നില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. പരിപാടി ബഹിഷ്കരിച്ച LDFന്റെ നടപടിയെയും ആരോഗ്യമന്ത്രി വിമർശിച്ചു. കഴിഞ്ഞ ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വായിക്കുമെന്ന് കരുതിയാണ് ചിലർ പരിപാടിക്ക് എത്താതിരുന്നതെന്ന് LDFനെ വിമർശിച്ച് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ വാക്കുകൾ. ഞാൻ കഴിഞ്ഞ 18-ാം തീയതി മന്ത്രിയായി ചാർജ് എടുത്തു. 21-ാം തീയതിയാണ് എനിക്ക് വകുപ്പ് കയ്യിൽ കിട്ടും. ഞാൻ ഒറ്റയാളിയൊക്കെ 2 ആഴ്ച കൊണ്ട് 476 കോടിയുടെ കുരിശി ഉണ്ടാക്കാൻ പറ്റും. ഒരു അദാലത്താവുമ്പോൾ സർക്കാരിൻ്റെ പ്രയാസങ്ങൾ എന്താണെന്ന് ഇവിടെ പറയണ്ടേ? അതുകൊണ്ടാണ് ഒക്കെ എല്ലാവരും ഇവിടെ എത്തേണ്ട എല്ലാവരെയും ക്ഷണിച്ചെങ്കിലും ചില അസൗകര്യം അറിയിച്ചു. അസൗകര്യം അറിയിക്കാതെ ഇവിടെ വരാത്ത ആൾക്കാരുണ്ട്. ഇവിടെ വരേണ്ടവരായിരുന്നു വരാത്തത്. ഈ കണക്കൊക്കെ ഞാൻ വായിക്കുന്നത് സംശയം കൊണ്ടായിരിക്കുക. CSR ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടങ്ങൾ നവീകരിക്കുന്നതിനെക്കുറിച്ച് താൻ പറഞ്ഞപ്പോൾ സ്വകാര്യവൽക്കരണ നീക്കം എന്നാണ് ചില വിദ്വാൻമാർ പ്രചരിപ്പിച്ചതെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ഷിഗല്ല പശ്ചാത്തലത്തിൽ വൃത്തിയില്ലാത്ത തട്ടുകടകൾ പൂട്ടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ രോഗം ഉണ്ടാക്കുന്നത് വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷങ്ങളാണ്. ഞാനൊരു കാര്യം ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. വൃത്തിയില്ലാത്ത സ്ഥലത്ത് പ്രവർത്തിക്കുന്ന തട്ടുകട കൂട്ടിച്ചാൽ മതി. ഇവിടെ തട്ടുകടയുള്ളവരുണ്ടെങ്കിൽ പേടിക്കേണ്ട, നല്ല രീതിയിൽ നടത്തിയാൽ കുഴപ്പമൊന്നുമില്ല. മൃതദേഹങ്ങൾ കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടപ്പാക്കണമെന്ന് ഷാഫി പറമ്പിൽ MP ആവശ്യപ്പെട്ടു. പിന്നാലെ 30 കോടി രൂപ ചെലവ് വരുന്ന സംവിധാനം അനുവദിക്കാമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പും നൽകി. നമുക്കിനി വെർച്വൽ ഓട്ടോപ്സിയുടെ എല്ലാ സാധ്യതകളും തേടണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ മുമ്പാകെ വെക്കാനുള്ളത്. വെർച്വൽ ഓട്ടോപ്സിയുടെ സാധ്യതകൾ കേരളത്തിൽ പരീക്ഷിക്കുന്നതിൻ്റെ തുടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ആരംഭിക്കണം എന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വെർച്വൽ ഓട്ടോപ്സിയെ പറ്റി പറഞ്ഞു. അതായത് ശരീരം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സംവിധാനമാണ്. അതിൻ്റെ ഒരു ചെലവ് ഏതാണ്ട് 30 കോടിയാണ്. അത് നമുക്ക് നടപ്പാക്കാം. ആരോഗ്യമന്ത്രി കെ മുരളീധരന് പുറമെ UDF MLA-മാരും കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംബന്ധിച്ചു. കോഴിക്കോട് നോർത്ത് MLA അഡ്വക്കേറ്റ് K ജയന്ത് അധ്യക്ഷനായിരുന്നു. നിരവധി പേരാണ് പരാതി പരിഹാരത്തിനായി പരിപാടിക്ക് എത്തിയത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.